ഹലോ ഗുഡ് പീപ്പിൾ, ദിസ് ഈസ് ശങ്കർ ഫ്രം മ്യൂസിക് പ്രൊഡക്ഷൻ ഹബ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ പ്രോഡക്റ്റായ iMac 2020 ആണ്. മ്യൂസിക് പ്രൊഡക്ഷൻ ആൻഡ് ഓഡിയോ റെക്കോർഡിംഗ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ആപ്പിളിൻ്റെ ഒരു ലീഡിംഗ് മോഡലാണ് iMac എന്ന് പറയുന്നത്. iMac 2020 റിലീസായപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി. ഇപ്പോൾ നമുക്ക് iMac 2020 സ്റ്റുഡിയോയിലേക്ക് വേണ്ടി എടുക്കാൻ സാധിച്ചു. സോ നമുക്കതിൻ്റെ പെർഫോമൻസും അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 27-ഇഞ്ച് iMacലാണ് ആപ്പിൾ ലേറ്റസ്റ്റ് ഹാർഡ്വെയർ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ആപ്പിളിൻ്റെ തന്നെ 21.5-ഇഞ്ച് iMacൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഈ 2020-ൽ വരുന്ന iMacൽ നമ്മൾ കാര്യമായ ഡിസൈൻ ചേഞ്ചസ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് എനിക്ക് തോന്നുന്നത് ആപ്പിൾ സിലിക്കൺ വെച്ച് വരുന്ന iMacലായിരിക്കും വരിക എന്നുള്ളത്. iMacൻ്റെ കണ്ടുവന്നിട്ടുള്ള ഓൾഡർ ഡിസൈൻ തന്നെയാണ് ഈ 2020-ലും അവർ റിട്ടേൺ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതൊരു ഡ്രോബാക്ക് അല്ല, അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. കാര്യം നമുക്ക് സർവീസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഈ ഒരു മോഡലിൽ സാധിക്കും. ഒരുപാട് സർവീസ് സെൻറ്റേഴ്സും ടെക്നീഷ്യൻസും ഈ ഒരു മോഡലിൽ സർവീസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഏരിയ ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ്. iMac ഒരു ഓൾ ഇൻ വൺ സൊല്യൂഷനാണ്. നമ്മളൊരു സെപ്പറേറ്റ് CPU, അതേപോലെ തന്നെ സെപ്പറേറ്റ് മോണിറ്റർ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കി ഒരൊറ്റ മോണിറ്റർ പോലത്തെ ഡിവൈസിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ എല്ലാം ഒതുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേ 5K റെറ്റിന ഡിസ്പ്ലേ ആണ്. നമ്മൾ നോർമലായിട്ടൊരു കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 27-ഇഞ്ച് ഡിസ്പ്ലേ കിട്ടും, 24-ഇഞ്ച് എല്ലാം കിട്ടും. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ 27-ഇഞ്ച് 5K റെറ്റിനയാണ് വിത്ത് ട്രൂ ടോൺ. iMac 2020 27-ഇഞ്ചിലെ Mac 3 മോഡലുകളാണ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ 2 മോഡലുകൾ Core i5 പ്രോസസർ ഉപയോഗിച്ചിട്ടുള്ളതാണ്. മൂന്നാമത്തെ മോഡലായ Core i7 വരുന്ന മെഷീനാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആപ്പിൾ ഇന്ത്യയിൽ ഇപ്പോൾ കസ്റ്റമൈസേഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ സെക്കൻഡും തേർഡും വരുന്ന മോഡലുകളിൽ നിങ്ങൾക്ക് പ്രോസസ്സറും അതുപോലെ തന്നെ മെമ്മറിയും ഹാർഡ് ഡിസ്കും ഒക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 2020 iMacലെ ഏറ്റവും വലിയ അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് M.2 SSD ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. എല്ലാ മോഡലുകളിലും ഡീഫാൾട്ടായിട്ട് 256 അല്ലെങ്കിൽ 512 M.2 SSD ഉണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സൊല്യൂഷനാണ് നമുക്ക് 2020 iMacൽ കിട്ടുന്നത്. തൊട്ട് മുമ്പ് വരെയുള്ള മോഡലുകളിൽ മെക്കാനിക്കൽ ഹാർഡ് ഡിസ്ക് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. കസ്റ്റമൈസേഷൻ കൊണ്ടുവന്ന ശേഷം നമുക്ക് വേണമെങ്കിൽ PC എക്സ്പ്രസ് SSD സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മെക്കാനിക്കൽ ഹാർഡ് ഡിസ്ക് ആയിരുന്നു ഡീഫാൾട്ട് മോഡൽസ് എല്ലാം തന്നെ ഉപയോഗിച്ചിരുന്നത്. ഇനി നമുക്ക് ഇവിടെയുള്ള iMacൻ്റെ സ്പെക്ക് ഒന്ന് നോക്കാം. ഇന്റലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് 10th ജെൻ പ്രോസറാണ് ഈ മെഷീനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 3.8 GHz 8 കോർ 16 ത്രെഡ് പ്രോസറാണ് ഇതിൽ വരുന്നത്. നമുക്ക് ടർബോ ബൂസ്റ്റ് 5 GHz വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത മോഡൽ കോൺഫിഗർ ചെയ്യാൻ പറ്റിയത് 3.6 GHz 10 കോർ 10th ജെൻ ഇൻ്റൽ i9 പ്രോസറാണ്. ഞാൻ ആ മോഡൽ ചൂസ് ചെയ്യാത്തത് എനിക്ക് പ്രൈസ് ബാർ പെർഫോമൻസ് നോക്കിയപ്പോൾ വലിയ ഡിഫറൻസ് ഫീൽ ചെയ്തില്ല. മ്യൂസിക് പ്രൊഡക്ഷൻ ആൻഡ് റെക്കോർഡിംഗ് പേർപ്പസിന് ഈ ഒരു മെഷീൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ മോഡൽ തന്നെ ചൂസ് ചെയ്തത്. 2,19,000 റുപ്പീസാണ് ഈ മെഷീൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത്. ഈ 2020-ലും ആപ്പിളിൻ്റെ മെഷീൻസിൽ 8GB റാമേ വരുന്നുള്ളൂ. അതൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. പക്ഷേ അതിലൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 27-ഇഞ്ച് മോഡലിൽ യൂസറിന് തന്നെ റാം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ പവർ കൊടുക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ ഡോറുണ്ട്. അവിടെ ഒരു പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഓപ്പൺ ആയി കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് മാനുവലി റാം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ആപ്പിളിൻ്റെ റാം വളരെ കോസ്റ്റ്ലിയാണ്. സോ നമുക്ക് തേർഡ് പാർട്ടി റാം വാങ്ങിച്ച് മാനുവലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. മാക്സിമം നമുക്ക് 128GB വരെ റാം അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റോക്ക് 8GB റാം വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്യാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ഈ മെഷീനിൽ നമുക്ക് പെർഫോമൻസ് കിട്ടുന്നുള്ളത് അതുവഴി ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. 4GBയുടെ DDR4 266 MHz 2 സ്റ്റിക്കാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ ചാനൽ മോഡിലാണ് റാം വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റോറേജ് ഏരിയയാണ്. 512GB M.2 SSD ആണ് മെഷീൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് 1TB മുതൽ 8TB വരെ മാനുവലി കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. പക്ഷേ 8TB ഒക്കെ വളരെ കോസ്റ്റ്ലിയാണ്. അതിൻ്റെ ആവശ്യം നമുക്ക് വരാത്തതുകൊണ്ടാണ് ഞാൻ 512GB തന്നെ സ്റ്റിക്ക് ചെയ്തത്. നമുക്ക് എക്സ്റ്റേണൽ സ്റ്റോറേജ് ആവശ്യമുണ്ടെങ്കിൽ തണ്ടർബോൾട്ട് പോർട്സ് വരുന്നുണ്ട്. നമുക്ക് തണ്ടർബോൾട്ട് ബേസ്ഡ് സ്റ്റോറേജ് ഡിവൈസുകൾ വാങ്ങിച്ചാൽ വളരെ ഫാസ്റ്റ് ആയിരിക്കും. SSD ബേസ്ഡ് USB-C സ്റ്റോറേജ് ഡിവൈസുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ സ്റ്റോറേജ് എക്സ്പാൻഷന് നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ചാനലിൽ മുമ്പ് റിവ്യൂ ചെയ്ത സിഗേറ്റിൻ്റെ ബാക്കപ്പ് പ്ലസ് ഹബ്ബ് USB 3.0 ഹാർഡ് ഡിസ്ക്കാണ് ഞാൻ ഈ മെഷീൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. എക്സ്ട്രാ 2 USB 3.0 പോർട്സുകൾ ഹാർഡ് ഡിസ്കിൻ്റെ ഫ്രണ്ടിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതർ USB ഡിവൈസ് കണക്ട് ചെയ്യാനായിട്ട് iMacൻ്റെ പിന്നിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. AMDയുടെ Radeon Pro 5500 XT 8GB GDDR6 മെമ്മറി വരുന്ന ഗ്രാഫിക്സ് കാർഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. AMDയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഗ്രാഫിക്സ് സീരീസാണ് 5000. പഴയ iMacൽ വരുന്ന RX 570-ൽ നിന്നും വളരെ വലിയൊരു അപ്ഡേറ്റാണ് ആപ്പിൾ ഈ മെഷീനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് പ്രൊഡക്ഷൻ ആപ്ലിക്കേഷൻസിൻ്റെ ഗ്രാഫിക്സ് കാർഡ് അത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിലും നമ്മൾ വീഡിയോയുടെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ അഡോബിയുടെ ആപ്ലിക്കേഷൻസോ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രാഫിക്സ് കാർഡ് വളരെ വലിയൊരു സപ്പോർട്ടായിരിക്കും നൽകുക. കഴിഞ്ഞ iMacൽ നിന്നും വ്യത്യസ്തമായി 2020 iMacൽ ഫുൾ HD 1080p ഫേസ് ടൈം HD ക്യാമറയാണ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സ്റ്റുഡിയോ ക്വാളിറ്റി 3 മൈക്ക് അറേയാണ് മൈക്രോഫോണായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
പുതിയ T2 ചിപ്പും iMac 2020 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. T2 ചിപ്പിൻ്റെ മെയിൻ ജോബുകളിലൊന്ന് സെക്യൂരിറ്റിയാണ്. ഹാർഡ്വെയർ ബേസ്ഡ് എൻക്രിപ്ഷനാണ് T2 ചിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രീവിയസ് ജനറേഷൻ iMacകളിൽ നിന്നും വ്യത്യസ്തമായി ഈ ജനറേഷനിൽ SSD സ്റ്റോറേജ് മാനേജ് ചെയ്യുന്നത് T2 ചിപ്പാണ്. ദാറ്റ് മീൻസ് SSD കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്നത് T2 ചിപ്പാണ്. ഫേസ് ടൈം HD ക്യാമറയുടെ കൺട്രോളും മൈക്രോഫോണിൻ്റെ കൺട്രോളും T2 ചിപ്പ് തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ജനറേഷൻ iMacകളിൽ നിന്നും വ്യത്യസ്തമായി എക്സ്പോഷർ കോമ്പൻസേഷനും വിഷ്വൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ മൈക്രോഫോണിൻ്റെ നോയ്സ് റിഡക്ഷനും എല്ലാം T2 ചിപ്പ് വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. മാക്കിൻ്റെ സ്പീക്കറിൻ്റെ ക്വാളിറ്റി ഈ ജനറേഷനിൽ വളരെയധികം ഇൻക്രീസ് ആയിട്ടുണ്ട്. T2 ചിപ്പാണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹേയ് സിരി ആപ്ലിക്കേഷനും HEVC വീഡിയോ എൻകോഡിങ്ങും വളരെ ഫാസ്റ്റായിട്ട് ഈ ജനറേഷൻ iMacൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം T2 ചിപ്പ് വഴിയാണ് നമുക്ക് സാധിക്കുന്നത്. ഇത്രയും നേരം T2 ചിപ്പിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞെങ്കിൽ ഒരു വളരെ വലിയ നെഗറ്റീവായിട്ടുള്ള കാര്യം പറയാനുണ്ട്. മാക്കിൻ്റെ ബൂട്ട് ഡ്രൈവ് ആയിട്ടുള്ള SSDക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്കത് മാനുവലി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരു ആപ്പിൾ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ പോയാൽ മാത്രമേ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന SSDയും T2 ചിപ്പുമായിട്ട് പരസ്പരം ലിങ്ക് ഉണ്ട്. ദാറ്റ് മീൻസ് അത് എൻക്രിപ്റ്റഡ് ആണ്. സോ നമ്മളൊരു തേർഡ് പാർട്ടി ഡ്രൈവ് മാനുവലായിട്ട് ദാറ്റ് മീൻസ് ഇപ്പോൾ എനിക്ക് ഇൻബിൽറ്റ് ഉള്ളത് 512 GB ആണെങ്കിൽ ഞാൻ ഒരു 1 TB 2 TB വാങ്ങിച്ച് മാനുവലി ഇൻസ്റ്റാൾ ചെയ്താൽ അതൊരിക്കലും നമുക്ക് ബൂട്ട് ഡ്രൈവായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അത് വർക്ക് ചെയ്യില്ല. സോ ആപ്പിളിൻ്റെ SSD പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ഒരുപാട് കാലം വർക്ക് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ വിശ്വാസം ആപ്പിളിൽ തന്നെ. ഇനി നമുക്ക് iMacൻ്റെ കണക്ടിവിറ്റി ഓപ്ഷനുകളെക്കുറിച്ച് നോക്കാം. റിയർ പാനലിൽ നമുക്കൊരു ഹെഡ്ഫോൺ പോർട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു SDXC കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഇത് UHS 2 കമ്പാറ്റബിൾ ആണ്. 4 USB-A പോർട്ട്സ് നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം USB 3.0 കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്കുകൾ നമുക്കിതിൽ കൊടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തണ്ടർബോൾട്ട് പോർട്ട്സ് USB-Cയിൽ വരുന്ന തണ്ടർബോൾട്ട് 3 പോർട്ട്സ് നമുക്ക് 2 ഉണ്ട്. സോ തണ്ടർബോൾട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഡെയ്സി ചെയിനിങ് സപ്പോർട്ടറാണ്. സോ തണ്ടർബോൾട്ട് കേബിൾ ആയിട്ടുള്ള ഡിവൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എക്സ്ട്രാ പോർട്ട് കിട്ടും. അതുപയോഗിച്ച് നമുക്ക് അടുത്ത ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ സാധിക്കും. ഓഡിയോ ആൻഡ് മ്യൂസിക് പ്രൊഡക്ഷന് തണ്ടർബോൾട്ട് 3 പോർട്ട്സ് മെയിൻ അട്രാക്ഷൻ തന്നെയാണ്. നമ്മൾ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന ഹൈ എൻഡ് ഇൻ്റർഫേസുകളെല്ലാം തന്നെ തണ്ടർബോൾട്ട് കേപ്പബിൾ ആണ്. തണ്ടർബോൾട്ട് 2ഉം തണ്ടർബോൾട്ട് 3 ഇൻ്റർഫേസും നമ്മൾ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതെല്ലാം കണക്ട് ചെയ്യാനായിട്ട് iMac വളരെ യൂസ്ഫുൾ ആണ്. തണ്ടർബോൾട്ട് 3 പോർട്ട്സ് നമുക്ക് 40 GB/s ആണ് ട്രാൻസ്ഫർ റേറ്റ് തരുന്നത്. നമുക്ക് ഡിസ്പ്ലേ പോർട്ട് ഔട്ട്പുട്ടും ഇതുവഴി എടുക്കാൻ സാധിക്കും. കൂടാതെ തണ്ടർബോൾട്ട് പോർട്ട്സ് വഴി നമുക്ക് USB 3.1 Gen 2 കണക്ഷനും എടുക്കാൻ സാധിക്കും. അപ് ടു 10 Gbps ആണ് ഇത് ട്രാൻസ്ഫർ റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൺവേർട്ടേഴ്സ് ഉപയോഗിച്ച് തണ്ടർബോൾട്ട് 3 പോർട്ടിൽ നിന്നും തണ്ടർബോൾട്ട് 2 HDMI DVI VGA തുടങ്ങിയ സിഗ്നലിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫൈനലായിട്ട് നമുക്കൊരു ജിഗാബിറ്റ് ഈതർനെറ്റ് പോർട്ട് വരുന്നുണ്ട്. കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉപയോഗിച്ച് 10 GB ഈതർനെറ്റ് വരെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. iMacൻ്റെ കൂടെ തന്നെ ബ്ലൂടൂത്ത് കേപ്പബിൾ ആയിട്ടുള്ള മാജിക് കീബോർഡും മാജിക് മൗസ് 2 നമുക്ക് കിട്ടുന്നുണ്ട്. മാജിക് കീബോർഡിൻ്റെ അകത്ത് നമുക്ക് നമ്പർ പാഡ്സ് അവൈലബിൾ അല്ല. നമ്പർ പാഡ് വരുന്ന മാജിക് കീബോർഡ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടതാണ്. കൂടാതെ നോർമൽ USB കീബോർഡുകളും മൗസുകളും iMacൽ വർക്ക് ചെയ്യും. കൂടാതെ ലാപ്ടോപ്പുകൾ പോലെ തന്നെ ഇൻബിൽറ്റ് വൈഫൈയും ബ്ലൂടൂത്ത് 5.0യും iMac പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സൈഡ് നോക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് iMac 2020 പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻബിൽറ്റ് ആയിട്ടുള്ള കാറ്റലീന OS, അതുപോലെ തന്നെ ഹാർഡ്വെയർ സൈഡിൽ നമുക്ക് കണക്ടിവിറ്റി, ഡിസ്പ്ലേ 5K റെറ്റിന, അതുപോലെ തന്നെ എക്സ്ട്രാ പെരിഫറൽസ് ആയിട്ടുള്ള കീബോർഡ് മൗസ് അതും ബ്ലൂടൂത്തിൽ ഇതെല്ലാം തന്നെ നമുക്കൊരു നല്ല അഡീഷനാണ് തരുന്നത്. ഈ iMac ഞാൻ യൂസ് ചെയ്യുന്നത് ലോജിക് പ്രോ 10 ഉപയോഗിച്ചിട്ട് മ്യൂസിക് പ്രൊഡക്ഷൻ, റെക്കോർഡിംഗ് ആൻഡ് മിക്സിങ്ങിന് വേണ്ടിയിട്ടാണ്. ലോജിക് പ്രോ 10ൻ്റെ പുതിയ വേർഷനായിട്ടുള്ള 10.5.1ൻ്റെ കൂടെ വരുന്ന ഡെമോ പ്രോജക്റ്റായ ബില്ലി എലിഷിൻ്റെ സോങ് ഞാനിതിൽ ലോഡ് ചെയ്ത് നോക്കി. ആക്ച്വലി റാം കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിട്ടുണ്ട്. വളരെ ചെറിയ MB മാത്രമേ ബാക്കി വരുന്നുള്ളൂ. ഈ പ്രൊജക്റ്റിൽ മിഡി ട്രാക്കുകളും ഓഡിയോ ട്രാക്കുകളും FX പ്ലഗിൻസും ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം റാം അത്രയും ഫില്ലായി പോയത്. സാമ്പിൾ ലൈബ്രറീസ് ഉപയോഗിച്ച് ഒരുപാട് ട്രാക്സ് ഉള്ള പ്രൊജക്റ്റുകൾ മിഡിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റാം അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. 128 GB വരെ റാം അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് എപ്പോഴും ഒരു സേഫ് സൈഡാണ്. ഈ മെഷീനിൽ റാം അപ്ഡേറ്റ് ചെയ്യുന്നവരെ ഞാൻ ഓഡിയോ റെക്കോർഡിങ്ങും മിക്സിംഗ് മാസ്റ്ററിങ്ങുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്ക് 8 GB റാമിൽ ഈ മെഷീൻ എത്രത്തോളം പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ മെഷീൻ ഉപയോഗിച്ച് ഒരു 50 ട്രാക്സ് ഉള്ള പ്രോജക്റ്റ് മിക്സിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെഷീൻ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് റാമിൻ്റെ കുറവൊന്നും ഫീൽ ചെയ്യുന്നില്ല. വളരെ നന്നായിട്ട് തന്നെയാണ് പ്ലഗിൻസ് ലോഡ് ചെയ്യുകയും പ്ലേബാക്ക് ചെയ്യുകയും ചെയ്യുന്നത്. ഉപയോഗിക്കുന്ന ഓഡിയോ ഇൻ്റർഫേസ് ആൻഡ്ലോപ്പിൻ്റെ ഓറിയോൺ സ്റ്റുഡിയോ സിനർജി കോറാണ്. 64 ബഫർ സൈസിൽ വളരെ സ്മൂത്തായിട്ട് ഈ മെഷീൻ റൺ ആവുന്നുണ്ട്. 8 കോർ 16 ത്രെഡ് വരുന്ന ഇൻ്റലിൻ്റെ 10700K പ്രോസർ വളരെ ഭംഗിയായിട്ടാണ് ഈ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നത്. തെർമൽ പെർഫോമൻസും ബെറ്ററാണ്. എനിക്ക് 45, 50, 55 ഡിഗ്രി ടെമ്പറേച്ചേഴ്സാണ് മാക്സിമം വന്നിരിക്കുന്നത്. വെബ് ബ്രൗസിംഗ്, യൂട്യൂബ് പ്ലേബാക്ക്, മ്യൂസിക് ലിസണിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ മാക്സിമം വന്നിട്ടുള്ള ടെമ്പറേച്ചർ 50 ഡിഗ്രിയാണ്. സോ വളരെ നല്ലൊരു തെർമൽ പെർഫോമൻസാണ് ഈ iMac പ്രൊവൈഡ് ചെയ്യുന്നത്. iMacൻ്റെ വർക്കിങ്ങും പെർഫോമൻസിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ലോജിക് പ്രോ Xനെ കുറിച്ചുള്ള വീഡിയോകളും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.